വെൽക്കം ടു സഫാബ്സ്. ഇന്ന് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന കോട്ട കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കോട്ട ഡോറിയ ഫാബ്രിക്കിലേക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്ന അടിപൊളിയായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് കേട്ടോ. ഞാൻ വരുത്തിരിക്കുന്നതും കോട്ട സെറ്റ് തന്നെയാണ്. വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കളക്ഷൻസ് കാണുന്നതിന് മുൻപായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഫാബ്രിക് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഒന്ന് ഈ കോട്ട ഫാബ്രിക്കിനെ പറ്റി അറിയാവുന്ന ആളുകൾ, രണ്ട് കോട്ട ഫാബ്രിക് കണ്ട് തൊട്ട് നോക്കിയത് ഫീൽ ചെയ്തിട്ടുള്ള ആളുകൾ, മൂന്ന് ഉപയോഗിച്ച് ശീലമുള്ള ആളുകൾ മാത്രം ഇത് പർച്ചേസ് ചെയ്യുക. കാരണം കോട്ട ഡോറിയ എന്ന് പറയുമ്പോൾ വളരെ തിന്നായിട്ടുള്ള ഫാബ്രിക്കാണ്. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ച് ഒത്തിരി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലും ആണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും കേട്ടോ. നന്നായിട്ട് സ്റ്റാർച്ച് ഒക്കെ ചെയ്ത് ഒക്കെ ഉപയോഗിക്കുവാണെങ്കിൽ വളരെ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര കംഫർട്ടബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഈസി ടു ക്യാരി, എല്ലാം ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് അറിയില്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് മെറ്റീരിയൽ കാണുമ്പോൾ തീരെ കനലില്ല എന്ന് തോന്നും. പക്ഷെ ഇട്ട് കഴിയുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ്, ഒട്ടും ചൂടില്ല, ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വേനൽക്കാലത്ത് ഭയങ്കര ഒരു ബ്രീത്തബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. ആൻഡ് ഇതിന്റെ വാഷ് ആൻഡ് കെയർ ജസ്റ്റ് എന്ന് പറയാം. ഇതിൻ്റെതല്ല, നമ്മൾ ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്ന എല്ലാ ഐറ്റംസിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ പറയാറുണ്ട് ആളുകൾ. അപ്പോൾ വാഷ് ആൻഡ് കെയറിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും കളർ ഗാർഡ് മേടിച്ച് വെക്കുക വീട്ടിൽ. ഹാൻഡ് ബ്ലോക്ക് ഐറ്റംസ് യൂസ് ചെയ്യുന്ന ആളുകൾ മസ്റ്റായിട്ടും കളർ ഗാർഡ് വാങ്ങിച്ച് വെക്കുക. അതുപോലെ തന്നെ ഞാനൊരു ബോട്ടിൽ, നമുക്കൊരു 130 രൂപ എന്തോ വരുന്നത് ഒരു ബോട്ടിൽ കളർ ഗാർഡിന്. അത് ഞാൻ വാങ്ങിച്ചിട്ട് എനിക്കൊരു 4 മെറ്റീരിയലാണ് അതിനകത്ത് വാഷ് ചെയ്യാൻ പറ്റുള്ളൂ. 4 അല്ലെങ്കിൽ മാക്സിമം 5. ദുപ്പട്ടയും കൂടി കൂട്ടിയിട്ടൊരു മാക്സിമം 5 മെറ്റീരിയൽ, അതായത് ഫുൾ സെറ്റ് അല്ല, ടോപ്പ് മാത്രമേ എനിക്ക് വാഷ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മളത് പിശുക്കി ഉപയോഗിക്കരുത്. അതാണ് എനിക്ക് മെയിനായിട്ട്. കുറേ ആൾക്കാർ പറയാറുണ്ട് കളർ ഗാർഡ് ഉപയോഗിച്ചിട്ട് കളർ പോവാന്ന്. അതിൻ്റെ റീസൺ ഇതാണ്, അവർ പറയുന്ന അതേ ക്വാണ്ടിറ്റി തന്നെ നമ്മൾ എടുക്കുക, നമ്മൾ വാഷ് ചെയ്യാനായിട്ട്. എനിക്ക് കാണിച്ചു തരണം എന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഒത്തിരി ഇങ്ങനെ ഇത് കാണിച്ചു തരുന്ന ഒത്തിരി വീഡിയോസ് ഉണ്ടാവും. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ 1.5 ലിറ്റർ വെള്ളം എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു 1.5 ലിറ്റർ വെള്ളമാണ് ഒരു ടോപ്പ് ഡിപ്പ് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ടോപ്പാണ് വാഷ് ചെയ്യുന്നതെങ്കിൽ 1.5 ലിറ്റർ വെള്ളമാണ് നമുക്ക് ഈ ഒരു ടോപ്പ് ഡിപ്പ് ചെയ്ത് വെക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം. ആ 1.5 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് 5 അടപ്പാണ് കളർ ഗാർഡ് വേണ്ടത്. ചെറിയ ഇത്രയുള്ളൊരു ബോട്ടിലായിരിക്കും. അതിൻ്റെ ഒരു അടപ്പിൽ 5 അടപ്പ് കളർ ഗാർഡ്, അതിൻ്റെ ലിക്വിഡ് നമ്മൾ ആ വെള്ളത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ഫസ്റ്റ്. അതിനുശേഷം ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ തന്നെ മുക്കി വയ്ക്കുക. അത് മറിഞ്ഞ് ലൈനിങ് പുറത്തിടാൻ മാത്രമല്ല, ഞാൻ നേരെ ഇട്ട് അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ അങ്ങനെയാണ് ഇടാറ്. സോ ഈ നേരായ വശം തന്നെ ഡിപ്പ് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഡിപ്പ് ചെയ്ത് മുക്കി ഒരു 25 to 30 മിനിറ്റ്സ്, ഒരു 30-35 മിനിറ്റ്സ് ഒക്കെ മതിയായിരിക്കും. അത്രയും നേരം വെച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് നമുക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഷാമ്പൂ ഇടാം, സ്റ്റാർച്ച് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഞാൻ 35 മിനിറ്റ്സിന് ശേഷം അതെടുത്ത് പിഴിഞ്ഞ് കുറച്ച് കളറൊക്കെ ചിലപ്പോൾ പോകായിരിക്കും. അത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നോർമൽ വാട്ടറിൽ മുക്കി കഴിഞ്ഞാൽ പിന്നെ അതിന് കളർ പോകത്തേ ഇല്ല. പിന്നെ ഞാനത് നോർമൽ വാട്ടറിലിട്ട് ഷാമ്പൂ ഇട്ട് കഴുകിയിട്ട് നേരെ സ്റ്റാർച്ച് ചെയ്ത്, അതായത് നമ്മൾ സ്റ്റിഫ് ആൻഡ് ഷൈൻ എന്താണോ, ക്രിസ്പ് ആൻഡ് ഷൈൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്റ്റിഫ് ആവാൻ ഭാഗത്തിന് മുക്കി വെച്ചിട്ട് ജസ്റ്റ് മുക്കുക, നന്നായിട്ട് പിഴിഞ്ഞ് നന്നായിട്ട് കുടഞ്ഞ് വിരിക്കുക. പറ്റുമെങ്കിൽ വാഷിംഗ് മെഷീനിലിട്ട് സ്പിൻ ചെയ്തിട്ട്, സ്പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, സോ സ്പിൻ ചെയ്തിട്ട് ഇടുവാണെങ്കിൽ അതിൻ്റെ വെള്ളം എല്ലാം പോയിട്ടുണ്ടാവും. നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇടുക. ഇട്ടതിന് ശേഷം നമ്മൾ ഉണങ്ങി കഴിഞ്ഞിട്ട് അതിന് നേരെ ചുരുട്ടി കൂട്ടിക്കൊണ്ട് അലമാരിയിൽ വെക്കാണ്ട് നന്നായിട്ട് അയൺ ചെയ്യുക. അയൺ ചെയ്തതിന് ശേഷം നമ്മൾ ഷോപ്പിൽ നിന്ന് പുതുതായിട്ട് മേടിക്കുന്ന ഒരു ഡ്രസ്സ് കിട്ടില്ലേ, അത് കണക്ക് മടക്കി അലമാരിയിൽ വെക്കുവാണെങ്കിൽ ഒത്തിരി കാലം നമുക്ക് ഇരിക്കും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് പിന്നീട് എടുക്കാൻ നേരം എളുപ്പമാണ്. ഇപ്പോൾ ഇത് വാഷ് ചെയ്യുകയാണെങ്കിൽ ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ തേച്ചിട്ടാണ് അലമാരിയിലേക്ക് കയറ്റി വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇരിക്കും നമ്മൾ പിന്നീട് എടുക്കുമ്പോൾ. സോ ഇതെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ കെയർ ചെയ്യുവാണെങ്കിൽ ഒത്തിരി കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ കോട്ട ഫാബ്രിക്കുകളെല്ലാം ഞാൻ വാഷ് ചെയ്യാറുണ്ട്. കളർ ഗാർഡ് യൂസ് ചെയ്തതിന് ശേഷം നമുക്കത് വാഷ് ചെയ്താൽ നമുക്ക് കളർ ഒട്ടും പോവില്ല, കളർ ഡിം ആവത്തുമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് നന്നായിട്ട് ഒത്തിരി കാലം നിൽക്കും. ഇത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഒന്നാമത്തത് 2 കാര്യങ്ങൾ നോട്ട് ചെയ്യണം. ഫസ്റ്റ്, കളർ ഗാർഡിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കരുത്. അത് അവർ പറയുന്ന അത്ര, ഇച്ചിരി കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല, കുറവായി പോകരുത്. അതുപോലെ വെള്ളം, ഒരുപാട് വെള്ളം എടുക്കരുത്. നമ്മൾ അതിനകത്ത് പറയുന്ന അത്ര വെള്ളം മാത്രം, ഒരു ടോപ്പ് മുങ്ങിക്കിടക്കാൻ പാത്രമുള്ള വെള്ളം മാത്രമാണ് എടുക്കാവുള്ളൂ. അതുപോലെ ഒരെണ്ണം മുക്കി വെച്ചതിൽ വേറെ കൊണ്ടുപോയി മുക്കരുത്, അതും ശ്രദ്ധിക്കുക.
നമ്മൾ ഒരു പ്രാവശ്യമാണ് ഒറ്റ 5 അടപ്പ് ഒഴിച്ച് 1.5 ലിറ്റർ വെള്ളത്തിൽ ഇത് മുക്കി വെച്ചിട്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ ഓരോടി മുക്കിയേക്കാം. ഇനിയിപ്പോൾ വേറെ കളർ കാർഡ് എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കരുത്. അത് വർക്കാവില്ല കേട്ടോ. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട, ഉണങ്ങി കഴിഞ്ഞിട്ടും നന്നായിട്ട് സൂക്ഷിക്കുക, തേച്ച് അലമാരി കയറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് പിന്നെ എടുക്കുമ്പോഴാണെങ്കിലും കാണുമ്പോൾ ഒരു അല്ലെങ്കിൽ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ എല്ലാം പോകും, നമ്മൾ ചുരുട്ടി ചുമ്മാ മടക്കി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ അടിപൊളി മെറ്റീരിയലാണ്, നല്ല രസമാണ് ഇത് ഇടാനായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോട്ടൺ. ഞാനിപ്പോൾ ഷോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം എനിക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം ഞാൻ പറക്കിയെടുക്കും. കാരണം അത്ര നല്ല കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്, നല്ല ചൂട് കുറവുണ്ട്, ഇട്ടാലും നല്ലൊരു ഭംഗിയാണ്, പ്രത്യേക ഭംഗിയാണ്. കാരണം ഒത്തിരി പേര് ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ എന്നാലും നല്ല രസമാണ് നമ്മൾ ഇത് ഇട്ട് കഴിയുമ്പോൾ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കളക്ഷൻസ് കാണാം. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ടുക. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഭയങ്കര രസമുള്ളൊരു ഷെയ്ഡാണ് യെല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിലേക്ക് നല്ലൊരു ബ്ലൂ ആണ് കോമ്പിനേഷൻ, ബ്ലൂവും ഗ്രേയും ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്ന പ്രിന്റിന്റെ. ഇങ്ങനെ വരുന്ന 2 ഫോൾഡിങ്ങിൽ പിടിക്കാം കേട്ടോ, കാരണം കറക്റ്റ് കളർ കിട്ടില്ല. അത് ലൈനിങ് കൂടെ ഇട്ട് കഴിയുമ്പോഴാണ് എൻ്റെ കറക്റ്റ് പെർഫെക്ഷൻ വരത്തുള്ളൂ. ഇങ്ങനെ വരുന്നു. ബോർഡറൊക്കെ നല്ല ഭംഗിയുണ്ട്, ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ബോർഡറും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റും ആണ്. നല്ല ലെങ്ത്തും ഉണ്ട് ടോപ്പിന്, കണ്ടോ, അത് ഇത്ര ലെങ്ത് ഉണ്ട്. 50 ഇഞ്ചൊക്കെ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഫാബ്രിക് ആണ് കേട്ടോ ഇത്. കണ്ടോ, ചിലതിന് അങ്ങനെ ഇറക്കം വരും, ചിലതിന് ഇറക്കം കിട്ടില്ല. അതങ്ങനെ വരുന്നു. ദുപ്പട്ട വന്നിരിക്കുന്നത് വൈറ്റ് കളറിലേക്ക് ആ ഒരു സെയിം കോമ്പിനേഷൻ തന്നെ വരും. ഇത് കണ്ടോ, നല്ല രസമുള്ള നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോട്ട സെറ്റ്സ് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഷോപ്പിലാണെങ്കിലും ഓൺലൈനിലും കോട്ട സ്ഥിരം മേടിക്കുന്ന ആളുകളാണ്. അതായത് അത് ഉപയോഗിച്ച് വൺസ് നമ്മൾ അതിൽ കംഫർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാബ്രിക്കാണ്. കാരണം അത്രയും കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനായിട്ട്. പിന്നെ ഉപയോഗിച്ച് ശീലമില്ലാത്ത ആളുകൾ, മെറ്റീരിയലിനെ പറ്റി അറിയാത്ത ആളുകൾ ഇങ്ങനെ പറയുന്നത് തീരെ കനമില്ല അങ്ങനെ പറയും. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് മേടിക്കുന്ന കസ്റ്റമേഴ്സാണ് കൂടുതലും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞത് അറിയാവുന്നവർ മാത്രം പർച്ചേസ് ചെയ്യാൻ കേട്ടോ. ഇതാണ് ബോട്ടം, കണ്ടോ, ഇത് ഭംഗിയാ നോക്കിയ ബോട്ടം. നല്ല രസമായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇത് കാണുമ്പോൾ എല്ലാം എടുക്കാൻ തോന്നും ശരിക്കും പറഞ്ഞാൽ. 1450. നെക്സ്റ്റ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പേസ്റ്റൽ ഒരു ലാവൻഡർ ടോണാണ്. ദുപ്പട്ട അതാ ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടല്ലോ, ഞാൻ എപ്പോഴും ഇടുന്നതല്ലേ. ഇതാണ് ബോട്ടം. ഫുൾ സെറ്റിന്റെ പ്രൈസ് 1450. നെക്സ്റ്റ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ വെയർ ചെയ്തിരിക്കുന്ന ആ ഒരു ഫീൽ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വരും. നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇങ്ങനെ വരുന്നു. വയലറ്റ് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ള ഷെയ്ഡാണ്. മാംഗോ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ടയും വയലറ്റ് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് വയലറ്റ്. വയലറ്റ് ഏത് പ്രിന്റിൽ കണ്ടാലും ഏത് ഫാബ്രിക് കണ്ടാലും എടുക്കാൻ തോന്നും. കാരണം നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ഷെയ്ഡല്ലേ. ബോട്ടം കോട്ടണിൽ തന്നെ വരുന്നു. സെയിം ഷെയ്ഡ്. ഫുൾ സെറ്റിന്റെ പ്രൈസ് 1450. നെക്സ്റ്റ് ബ്ലാക്ക് ആൻഡ് ബേജ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ബ്ലാക്കും ബേജും. ഇത് എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഒരു കോമ്പിനേഷനും കോട്ട ഫാബ്രിക്കിൽ ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇത് വരുന്നു. നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. ലൈനിങ്ങോടെ ഇടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആവും. പിന്നെ ഇതുണ്ടല്ലോ, ഞാനിപ്പോൾ 2 ഫോൾഡിങ്ങിൽ പിടിക്കുമ്പോൾ ഈ കറക്റ്റ് ഈ ഒരു പ്രിന്റ് കറക്റ്റ് ആയിട്ട് ഇടില്ല. ഇത് കണ്ടോ, ഇതിലാണെങ്കിൽ ആ ഒറ്റ പ്രിന്റ് തന്നെ ഒരു ഭാഗത്ത് വരുന്നത്. ഇത് മറുവശത്തെ പ്രിന്റും കൂടെ നമുക്ക് കയറി വരും കേട്ടോ. അതിൻ്റെ ഒരു അഭംഗി ഇങ്ങനെ പിടിക്കുമ്പോൾ ഉണ്ടാവും. പക്ഷെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും, കറക്റ്റ് ലൈനിങ് ഇട്ട് കഴിയുമ്പോൾ കേട്ടോ. ദുപ്പട്ടയും നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ വരുന്നത് ദുപ്പട്ട ഒക്കെ നമുക്ക് എന്തോ ഒരു ഒത്തിരി ഒക്കേഷൻസിൽ ഇടാൻ പറ്റും. ഫോർമലായിട്ടും കാഷ്വലായിട്ടും ഒക്കെ നമുക്ക് ഇടാൻ പറ്റും. ബോട്ടം ഇങ്ങനെ വരുന്നു. ഫുൾ സെറ്റിന്റെ പ്രൈസ് 1450. അടുത്ത നല്ലൊരു യെല്ലോ ടോണാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ്, ഒരു മാംഗോ യെല്ലോയുടെ ഒക്കെ കുറച്ചും കൂടി ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ആണ്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഫാബ്രിക്കിന്. ഇത് കണ്ടോ, ഇത്ര ലെങ്ത് ഉണ്ട്. മടക്കി പിടിക്കാം. മാംഗോ പ്രിന്റിങ് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. സൈഡിൽ ഈ കാണുന്നതിന്റെ ബോർഡർ ആണ്. നമുക്ക് വേണമെങ്കിൽ ബോർഡർ യൂസ് ചെയ്യാം, വിത്തൗട്ട് ബോർഡറും സ്റ്റിച്ച് ചെയ്യാം. സെയിം ഷെയ്ഡ് തന്നെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. അപ്പൊ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന അതേ ഭംഗിയിൽ തന്നെ നമുക്ക് കണ്ടോ
യെല്ലോ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ എടുത്തിട്ടുണ്ട് യെല്ലോ. ഇതാണ് ബോട്ടം. മസ്റ്റാർഡ് കളർ എന്ന് പറയും ബോട്ടം വരുമ്പോഴത്തേക്കും. ആ ഒരു മസ്റ്റാർഡിൻ്റെയും മാംഗോവിൻ്റെയും മിഡിലിൽ നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഫുൾ സെറ്റിൻ്റെ പ്രൈസ് 1450. ഇതിൻ്റെ ഇടയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞോട്ടെ കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് വേണമെങ്കിൽ, ഇപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെറ്റാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ, നിങ്ങളത് ഓർഡർ ചെയ്ത് ഓർഡർ പേയ്മെൻറ്റ് കൺഫേം ആക്കി അഡ്രസ്സ് വായിച്ച് കംപ്ലീറ്റ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഓൺലൈനിൽ നിന്ന് പോവുക. കാരണം നാളെ രാവിലെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പോകും. പിന്നെ രാവിലെ വരുമ്പോഴത്തേക്കും മെറ്റീരിയൽ തീർന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലിമിറ്റഡ് പീസസ് ആണ് നമുക്കൊരു ഫാബ്രിക്കിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഒത്തിരി ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോമൺ ആയി പോലെ. അപ്പോൾ അതുകൊണ്ട് ഒരു ലിമിറ്റഡ് പീസസ് ആണ് നമ്മൾ ചെയ്യുന്ന ഓരോ കളറിലും ഓരോ പ്രിന്റിലും. അപ്പോൾ അതുകൊണ്ട് അത് തീരുന്നതിന് മുമ്പ് നിങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കി പേയ്മെൻറ്റ് ചെയ്തിട്ട് പോവുക. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് സമയത്തിന് ശേഷമാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് ചെയ്തോട്ടെ എന്ന് എന്നോട് ചോദിക്കണം. കാരണം റീഫണ്ട് ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം നമുക്ക് പിന്നെ ട്രാൻസാക്ഷൻസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നിങ്ങൾക്ക് റീഫണ്ടും കൂടെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അഡ്രസ്സ് അയക്കുന്ന കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. അടുത്ത നല്ലൊരു പെൻസിൽ ഗ്രേ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെൻസിൽ ഗ്രേ ഷെയ്ഡ്. അതിലേക്ക് വൈറ്റ് കളറിൽ ഇങ്ങനെ വരുന്നു. നല്ല ചെറിയ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കോമ്പിനേഷൻ കോൺട്രാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. യെല്ലോ, നല്ല ഭംഗിയുള്ള ഒരു മാംഗോ യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. കോൺട്രാസ്റ്റ് ഷെയ്ഡിലേക്കാണ് ഇങ്ങനെ വരും ദുപ്പട്ട. ബോട്ടവും യെല്ലോ ഷെയ്ഡിൽ തന്നെ, മാംഗോ യെല്ലോ ഷെയ്ഡിലേക്ക് തന്നെ കോട്ടൺ ഫാബ്രിക്കിൽ. നമ്മളിപ്പോൾ കാണിക്കുന്ന എല്ലാത്തിൻ്റെയും ടോപ്പും ദുപ്പട്ടയും കോട്ടൺ ഫാബ്രിക്കിലേക്ക് വന്നിട്ട് ബോട്ടം മാത്രം കോട്ടണിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. ഇതാണ് ഫുൾ സെറ്റിൻ്റെ ലുക്ക്. പ്രൈസ് 1450. അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ്. ഇതിൻ്റെ ഒരു കോട്ടൺ സെറ്റാണ് ഞാൻ ഇന്നലെ ഷോപ്പിലിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ഫേസിന് നല്ല ബ്രൈറ്റ് ആക്കുന്ന ഒരു ഷെയ്ഡാണ്. അതിലേക്ക് പ്രിന്റ് വന്നിരിക്കുന്നത് ഇതാണ് ബെയ്ജ് കളറിലേക്ക് ഇങ്ങനെ വരുന്നു. നല്ല രസമാണ് കാണാനായിട്ട്. എല്ലാ സ്കിൻ ടോൺസിനും ചേരുന്ന ഷെയ്ഡുമാണ്. ദുപ്പട്ട വരുന്നത് ഒരു ബെയ്ജ് ഷെയ്ഡിലേക്ക് ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് കേട്ടോ. ദുപ്പട്ടയുടെ എൻഡിലാണെങ്കിലും ആ ടോപ്പിൻ്റെ സെയിം പ്രിന്റ് വന്നിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. കണ്ടോ. ആൻഡ് എല്ലാ കോട്ടാ സെറ്റ്സും വിത്ത് ടാസൽസ് ആണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. നല്ലൊരു ഗ്രാൻഡ് ലുക്കാണ് കേട്ടോ ഈ ഒരു കോട്ടാ സെറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോട്ടാ സെറ്റ്. ഇപ്പോൾ വീഡിയോ ചെയ്യാനും അതെ, ഇടാനും അതെ. എനിക്കിപ്പോൾ കുറേ ഉണ്ട് കോട്ടയുടെ കളക്ഷൻസ്. സോ ഇങ്ങനെ വരുന്നു കേട്ടോ സെറ്റിന്റെ ലുക്ക്. പ്രൈസ് 1450. അടുത്ത നല്ലൊരു മസ്റ്റാർഡ് എല്ലാം ആണ്. അതിലേക്ക് ബ്ലാക്ക് ആൻഡ് ബേജ് ആണ് പ്രിന്റിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് കേട്ടോ. നല്ലൊരു മസ്റ്റാർഡ് എല്ലാം ആണ്. ചെറിയൊരു ഗോൾഡൻ ടിൻറ്റും കൂടെ ഉണ്ട് അതിലേക്ക്. ഇതാണ് ബോർഡേഴ്സ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ദുപ്പട്ട വരുന്നതും സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട പാറ്റേൺ ആണ്. ബോട്ടം ഇങ്ങനെ വരുന്നു. ഇതാണ് കണ്ടോ ദുപ്പട്ടയുടെ ആ ഒരു പാറ്റേൺ കണ്ടോ. സെൻട്രലായിട്ട് ബോട്ടം പ്രിന്റ് തന്നെ കൊടുത്തിട്ട് 4 സൈഡിലുമായിട്ട് ടോപ്പിന്റെ സെയിം പ്രിന്റ്. നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണിലാണ് ദുപ്പട്ട കൊടുത്തിരിക്കുന്നത്. വിത്ത് ടാസൽസ് ആയിട്ടാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. ഫുൾ സെറ്റിന്റെ പ്രൈസ് 1450. അടുത്തൊരു റീസ്റ്റോക്ഡ് ആയിട്ടുള്ള ഐറ്റം ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത്. അതിലേക്ക് ലീഫിന്റെ പ്രിന്റ് വരുന്നു ബേജ് കളറിൽ ഇങ്ങനെ വരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബേജ് കളറിലേക്ക് ലീഫ് പ്രിന്റ് കൊടുത്തിരിക്കുന്നു. ബോർഡേഴ്സ് ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ്. ഭയങ്കര ഡീപ്പ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ അല്ല, ഒരു നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ്. ഒരു ലൈറ്റ് ഗ്രീനും ബോട്ടിൽ ഗ്രീനും മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഇങ്ങനെ വരുന്നത്. റീസ്റ്റോക്ഡ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ. നമ്മളിതിന് മുന്നേ ഇത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലാക്കും ഈ ഒരു ഷെയ്ഡും സെയിം പ്രിന്റിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ദുപ്പട്ട നല്ലൊരു പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടം ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ളൊരു ബോട്ടം ആണ്. ഇതാണ് ഫുള്ള് സെറ്റിൻ്റെ ഒരു ലുക്ക് വരുന്നത്. സെറ്റിൻ്റെ പ്രൈസ് 1450. നമുക്ക് പെട്ടെന്ന് 2-3 ലിനൻ കോട്ടൺ സെറ്റും കൂടി കാണാം കേട്ടോ. കാരണം ഒത്തിരി എൻക്വയറി ഉണ്ട്. ലിനൻ കോട്ടനും കോട്ട ഫാബ്രിക്കും കോട്ടൺ വിത്ത് കോട്ട ദുപ്പട്ട ഇതെല്ലാം ഒത്തിരി ഡിമാൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ്. ഒത്തിരി റിക്വസ്റ്റ് ഉണ്ട്. സോ ഇത് വന്നിരിക്കുന്ന നല്ലൊരു ലിനൻ കോട്ടൺ ഫാബ്രിക് ആണ്. നല്ല ലെങ്ത് ആണ് ഇത് കേട്ടോ. നല്ല ലെങ്ത് ഉണ്ട്. നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് ഈസ്റ്റർ സ്പെഷ്യലായിട്ടൊക്കെ വേണമെങ്കിൽ എടുക്കാം ആ ഒരു ടൈമിലോട്ടൊക്കെ. പിന്നെ നമുക്ക് ഡെയിലി ഓഫീസ് ഗോയിങ് ആയിട്ടൊക്കെ എടുക്കാവുന്നതാണ്. കളർ കാർഡ് യൂസ് ചെയ്ത് ഫസ്റ്റ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക് ആണ് കേട്ടോ. ഫസ്റ്റ് സെറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതിലേക്ക് സെയിം കോമ്പിനേഷനിൽ തന്നെ പ്രിന്റ് ഡിഫറെന്റ് ആയിട്ടാണ് ദുപ്പട്ട കൊടുത്തിരിക്കുന്നത്. ലിനൻ കോട്ടൺ ആണ് ദുപ്പട്ടയും ടോപ്പും വരുന്നത്. ബോട്ടം കോട്ടൺ ഫാബ്രിക്കിലേക്ക്. ഇതും വേണമെങ്കിൽ നമുക്ക് ടോപ്പ് അടിക്കാവുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ. ഫുൾ സെറ്റിന്റെ പ്രൈസ് 1380. നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ഒരു ഡീപ്പ് മെറൂൺ ടോൺ ആണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ഷെയ്ഡാണ്. നമ്മൾ ഏത് പ്രിന്റിൽ ഇട്ടാലും അപ്പോൾ തന്നെ സോൾഡ് ഇട്ടേക്കും. ഇങ്ങനെ വരുന്നു.
നല്ലൊരു ട്രയാങ്കിൾ പാറ്റേണിലാണ്, ഡിസൈനിലാണ് അതിൻ്റെ പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റുകളാണ് എല്ലാം വരുന്നത്. ഇതാണ് ബോർഡർ, ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫുൾ ആ ഒരു പ്രിന്റ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ നല്ലൊരു റെയർ പ്രിന്റാണ്. ദുപ്പട്ടയും നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടോ, ഹാഫ് പോർഷൻ കണ്ട, ഇങ്ങനെ ഒരു കുറച്ച് ഭാഗം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് പിന്നെ പ്രിന്റഡ് ആയിട്ട് താഴെ ടോപ്പിന്റെ സെയിം നല്ലൊരു പാറ്റേണിലാണ് ആ ഒരു പ്രിന്റിങ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ബോട്ടം വരുന്നത്, ബോട്ടം ഇതിൻ്റെ എല്ലാം കുറച്ചുകൂടി ഒരു ലൈറ്റ് ഷെയ്ഡിലേക്കായിരിക്കും വരുന്നത്. പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമുക്കിത് പെട്ടെന്ന് കാണുമ്പോൾ ഇച്ചിരി ഡിഫറൻസ് ഫീൽ ചെയ്യും, പക്ഷെ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയിലിരിക്കും. ഇതാണ് കോട്ടൺ ബോട്ടമാണ് വന്നിരിക്കുന്നത്. ഫുൾ സെറ്റിന്റെ പ്രൈസ് 1380. അടുത്ത ഷിബോരി പ്രിന്റ് വരുന്നതാണ്. നമ്മൾ ഈ ഒരു പാറ്റേണിൽ ചന്തേരി മഹേശ്വരി ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ഈ പ്രാവശ്യം നമുക്കിത് ലിനനിലാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ, നല്ലൊരു ലീഫ് ഗ്രീനും മെറൂണും ആണ് കോമ്പിനേഷൻ വരുന്നത്. ഇത് വരുന്നു ടോപ്പ്. ദുപ്പട്ട ഓൾസോ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ വരുന്നു ബാത്തനി പ്രിന്റ് പോലത്തെ പ്രിന്റ് വരുന്ന ദുപ്പട്ട. സെയിം കളർ കോമ്പിനേഷൻ ആണ്. എല്ലാ ലിനൻ സെറ്റ്സിനും ടാസൽസ് ഉണ്ട്. ഇത് വരുന്നു ദുപ്പട്ട. ബോട്ടം പ്ലെയിൻ ആയിരിക്കും. ഈ ഷിബോരി പ്രിന്റ് വരുന്നതും എല്ലാത്തിൻ്റെയും ബോട്ടം പ്ലെയിൻ ആയിരിക്കും, ഏത് സെറ്റിലാണെങ്കിലും ഏത് ഫാബ്രിക്കിലായാലും. സോ നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ ബോട്ടാണ്. സെയിം കളറിലേക്ക് തന്നെ വരുന്നു. ഫുൾ സെറ്റിന്റെ പ്രൈസ് 1380. അപ്പോൾ ഇത്രയാണ് കളക്ഷൻസ്. പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ വാഷ് ആൻഡ് കെയർ ഒക്കെ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം.